Hello guys, welcome back to the video. So നമ്മുടെ വിവോയുടെ വിവോ V40e എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ലോഞ്ച് ചെയ്ത പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വെർത്താണോ അല്ലയോ എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ഫോണൊന്നും കയ്യിലില്ല, നമ്മൾ അത്രയൊന്നും ഗ്രോ ആയിട്ടില്ലല്ലോ, ആവുമ്പം നോക്കാം. അപ്പോൾ അതിലുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ AMOLED 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 7300 50 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സോണിയുടെ സെൻസറാണ്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിളും സെൽഫി ക്യാമറ വന്നിട്ടും 50 മെഗാ പിക്സലാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ അത് കൊള്ളാം. പിന്നെ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, IP64 ഇൻ ഡിസ്പ്ലേ, ഫിംഗർ പ്രിന്റ് സെൻസർ, LPDDR4X+, UFS 2.2 ഒക്കെയാണ് വരുന്നത്. സോ അതാണ് ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻ. 29,000 റുപ്പീസിനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തത്. ഇവിടെ കൊടുത്തിരിക്കുന്ന MediaTekന്റെ Dimensity 7300 ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ 15,000 രൂപ 15,000 റുപ്പീസിന് വാങ്ങാവുന്ന CMFന്റെ ഫോൺ 1ൽ കൊടുത്തിരിക്കുന്ന സെയിം ചിപ്സെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ പെർഫോമൻസ് വേറെ സ്മാർട്ട് ഫോൺസിലും കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്യാമറ അതെന്ന് പറയുന്നത് നിങ്ങൾക്കും അറിയായിരിക്കും, നമ്മുടെ വിവോയുടെ സ്മാർട്ട് ഫോണാണ്. സോ അത്യാവശ്യം ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല ചോയ്സ് ആയിരിക്കും. അതിനും 20Kയിലൊക്കെ നല്ല ചിപ്സെറ്റ് ഒക്കെ വെച്ച് വരുന്ന കർവ്ഡ് ഡിസ്പ്ലേ കിട്ടുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4K വീഡിയോസ് ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഫോൺസ് വേറെ ഉണ്ട്. ഇതിന് താഴോട്ടുള്ള പ്രൈസ് റേഞ്ചിലും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു 4K വീഡിയോസ് എന്ന് പറയുന്നത് 15,000 ചില സ്മാർട്ട് ഫോൺസിലും 20,000 റുപ്പീസിന് മേലോട്ടുള്ള മിക്ക എല്ലാ സ്മാർട്ട് ഫോൺസിലും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു 29,000 റുപ്പീസിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത് UFSന്റെ 2.2 ആണ്. അത് പോരാ. സോ ഓവറോൾ ഈ ഒരു പ്രൈസിൽ ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ്, ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു ഡിസ്പ്ലേ ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. സോ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ കിടിലൻ സ്മാർട്ട് ഫോൺസും നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ 30K 25K ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, കയറി കണ്ടു നോക്കുക. പ്രൊമോഷൻ ചെയ്യണോ? അങ്ങനെയൊന്നുമില്ല, പ്രൊമോഷനൊന്നുമില്ല, ചുമ്മാ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+ 128GB റോം വേരിയന്റ് 28,999 റുപ്പീസ് ആണ്. പിന്നെ 8+ 256GB റോം വേരിയന്റ് 30,999 റുപ്പീസ് ആണ്. ഈ ഒരു ഫോൺ ഒക്ടോബർ 2 തൊട്ടാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൈലബിൾ ആവുന്നത്. കിടിലൻ ലുക്കിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കൊള്ളാം. അല്ലാതെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് താഴോട്ടുള്ള പ്രൈസ് റേഞ്ചിൽ പോലും കുറച്ചും കൂടെ കിടിലൻ സ്മാർട്ട് ഫോൺസ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ 30K ബഡ്ജറ്റ് റേഞ്ച് അല്പം ഒന്ന് കൂട്ടാൻ പറ്റുമെങ്കിൽ നമ്മുടെ iQന്റെ Neo 9 Pro അതൊരു കിടിലൻ ചോയ്സ് ആണ്. കിടിലൻ പെർഫോമൻസും അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. സോ അത് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ബഡ്ജറ്റ് അല്പം കൂടെയൊക്കെ ഒന്ന് കൂട്ടാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൻറ്റ് ഫോണാണ്. ഞാൻ അത്രയ്ക്ക് എടുത്തു പറയാനൊന്നുമില്ല. സോ ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അതിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ ബിഗ് ബില്യൺ ഡേയ്സിലും ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. അപ്പോൾ അതിലുള്ള ഇതുപോലെ മറ്റേ വീഡിയോയിൽ കാണും വരെ ബൈ.